എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ജനറേഷനിൽ പോലും ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ ഈ സബ്സ്റ്റൻസൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ അച്ഛനമ്മമാരിൽ നിന്ന് മറച്ചു വയ്ക്കുകയും അത് സിഗരറ്റ് സ്മോക്കിംഗ് ആയാലും ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് ആയാലും ഒളിച്ചും പാത്തുമൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നതും അല്ലെങ്കിൽ വലിച്ചുകൊണ്ടിരുന്നത്. ഇന്നത് മെയിൻ സ്ട്രീമിലേക്ക് വരികയാണ്. അത് ഓപ്പണായിട്ട് നിന്നുകൊണ്ട് ഇത് ഒരു തെറ്റുമില്ല എന്നും ഇതാണ് ഫാഷനബിൾ എന്ന് പറയുന്ന ഒരു കാലഘട്ടം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതൊക്കെ പോട്ടെ, ഞാൻ ജെൻഡർ ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഞാൻ സാധാരണ ഐ കോൾ മൈസെൽഫ് ഫെമിനിസ്റ്റ്. എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, ഇപ്പോൾ പെൺകുട്ടികൾ പോലും വാട്ട് ഈസ് മൈ ബ്രാൻഡ് എന്ന് വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന കുട്ടികളാണ്. ഡ്രഗ്സ് എന്നൊരു സാധനം തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഡെത്ത് വാറൻറ്റ് ഒപ്പിടുകയാണ്. യു ആർ ഇൻവൈറ്റിംഗ് ഡെത്ത്. വാറൻറ്റ് മാത്രമല്ല, യു ആർ ലിറ്ററലി ആസ്കിങ് കാലനോട് നമ്മുടെ വീട്ടിലേക്ക് വരാൻ പറയാണ്, വരൂ, കം വിത്ത് മീ ആൻഡ് ടേക്ക് മീ അവേ. ഇത് എത്ര സമയമെടുക്കും ആ കാലൻ കൂടെ കൊണ്ടുപോകാന്നുള്ളത് നമുക്കറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി, യാതൊരു സംശയവുമില്ല, അത് ഡെത്താണ്. എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ ചാലക്കുടി ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയെ മുന്നിലാണ്. ഇപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് ഇപ്പോൾ പുതിയതായിട്ട് ലയൺസ് ക്ലബ്ബ് നവീകരിച്ചു കൊടുത്ത വിമുക്തി ലഹരി വിരുദ്ധ ചികിത്സാ കേന്ദ്രത്തിൻ്റെ വാർഡ്. തീർച്ചയായിട്ടും ലയൺസ് ക്ലബ്ബ് ചാലക്കുടിയിലും ചാലക്കുടിയുടെ സമീപ പ്രദേശങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, സാമൂഹിക നന്മയിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളാണ് ലയൺസ് ക്ലബ്ബ് എക്കാലത്തും ചെയ്തിട്ടുള്ളത്. അവരുടെ പ്രൊജക്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. അതായത് ലഹരി എന്ന് പറയുന്നത് വിവിധങ്ങളായ ലഹരിയുണ്ട്. രാസലഹരിയുടെ പ്രയോഗം മൂലം വരുന്ന തലമുറ പോലും നശിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ചാലക്കുടി നഗരസഭ നന്മ ലഹരിയുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ചാലക്കുടി ലയൺസ് ക്ലബ്ബുമായി സഹകരിച്ച്, ലയൺസ് ക്ലബ്ബാണ് ഇപ്പോൾ ഈ വിമുക്തി ലഹരി വിരുദ്ധ ചികിത്സ വാർഡ് ഇപ്പോൾ ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത് ചാലക്കുടി താലൂക്ക് ആശുപത്രിക്ക് വേണ്ടി. തീർച്ചയായിട്ടും ഇതൊരു സാമൂഹിക നന്മയ്ക്ക് ഉപകാരപ്പെടട്ടെ. ആദരണീയനായ ദേവൻ രാമചന്ദ്രൻ ഹൈക്കോടതി ജഡ്ജിയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം പറഞ്ഞു തന്നെ, ഒരു ക്രിമിനലായിട്ടോ ഒരു കുറ്റവാളിയായിട്ടോ അല്ല ഒരു ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തിയെ കാണേണ്ടത്, അവനെ ചേർത്ത് വെക്കണം, അവൻ ഹൃദയങ്ങളിലായിരിക്കണം ചികിത്സ കൊടുക്കേണ്ടതെന്നാണ് ഹൈക്കോടതി ജഡ്ജി ആദരണീയനായ ദേവൻ രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടത്. ഈ ഒരു നന്മ അത് തീർച്ചയായിട്ടും ചാലക്കുടിയിലെ ഒരു മാറ്റത്തിന് വഴിതിരിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. ആദരണീയനായ ദേവൻ രാമചന്ദ്രൻ ഹൈക്കോടതി ജഡ്ജിയുടെ വാക്കുകളിലേക്ക് കടന്നില്ല. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് 1.5 മാസത്തിനുള്ളിൽ ഈ പദ്ധതി പൂർത്തീകരിച്ച് ഇന്നിവിടെ ഉദ്ഘാടനത്തിന് സജ്ജമാക്കി. ഈ ഒരു പ്രോജക്റ്റ് ഇപ്രകാരം പൂർത്തിയാക്കാനായിട്ട് ഈ ക്ലബിലെ, ചാലക്കുടി ക്ലബിലെ 165 മെമ്പർമാരും സാമ്പത്തികമായും അല്ലാതെയും ഒപ്പം നിന്നു. എല്ലാവരും ഈ അവസരത്തിൽ ഞാൻ സ്നേഹപൂർവ്വം അഭിനന്ദിക്കുകയാണ്. കേൾക്കുമ്പോൾ പറയാറുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ പ്രൗഡ് മലയാളി, പ്രൗഡ് കേരളൈറ്റ് ആൻഡ് എ പ്രൗഡ് ഇന്ത്യൻ, എനിക്ക് വേണ്ടത് എൻ്റെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെക്കാട്ടിലും മഹത്തരമായിരിക്കണം എന്നുള്ളതാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് പെർട്ടിക്കുലർലി അത് എക്സലൻസിൻ്റെ ഔന്നതത്തിലായിരിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാനത് കോടതിയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയോ സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് ഹോസ്പിറ്റൽസിൻ്റെ കേസുകൾ കേൾക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഹോസ്പിറ്റൽസിൻ്റെ നമ്മൾ കമ്പാരിസൺ വരുന്ന സമയത്ത് ഐ വോണ്ട് മൈ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു ബി ദ ബെസ്റ്റ്. അതിന് കാരണം ഏറ്റവും സാധാരണക്കാരൻ, നമ്മളെക്കാട്ടിലും സാധാരണക്കാരുള്ള ആൾക്കാർക്ക് ആകെ കൂടുതൽ ആശ്രയം കിട്ടുന്നതാണ് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നത് ഇന്നിവിടെ ഞാൻ കുറേ നേഴ്സസ് ആയിട്ടുള്ള അവരെ കാണുന്നു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡോക്ടേഴ്സാണോ നേഴ്സസാണോ, യു ആർ ഓൾ ഇൻ വൈറ്റ് കോട്ട്സ്, സോ ഞാൻ നേഴ്സസാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ട്രൂലി ഫ്ലോറൻസ് നൈറ്റിംഗേൽസ് ആണ്. ആൻഡ് യു ആർ, നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് ടു സൊസൈറ്റി തന്നെ ഐ തിങ്ക് ഞങ്ങൾക്കൊന്നും വി ഫീൽ വെരി ഹംബിൾഡ്. ഞങ്ങൾ വളരെ ചെറുതായി ഞങ്ങൾക്ക് തോന്നുകയാണ്. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രിവിലേജ് ഫോർ മീ. ഞാനിത് എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചു അല്ലെങ്കിൽ ഗസ്റ്റ് ഓഫ് ഓണർ എന്നൊക്കെ പറയുമ്പോഴും സത്യം പറഞ്ഞാൽ ഐ ഫീൽ വെരി സ്മോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്ന സമയത്ത്. നമ്മളിന്ന് ചുറ്റും നോക്കിയാൽ ഇന്ന് പോലീസ് ഓഫീസേഴ്സ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇവിടെ നമ്മുടെയൊക്കെ തന്നെ എക്സ്പീരിയൻസിൽ ഒരു 90% ക്രൈംസും വരുന്നത് ആൽക്കഹോളിസത്തിൽ നിന്നും ഇൻടോക്സിക്കേഷനിൽ നിന്നും ഡ്രഗ് അഡിക്ഷനിൽ നിന്നാണ്. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു വിപത്താണ്. ഇതിപ്പോൾ നമ്മളെപ്പോഴും സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരിൽ ഫോക്കസ് ചെയ്തുകൊണ്ട്, ഞാനും അങ്ങനെയാണ് എപ്പോഴും പ്രസംഗിക്കാറുള്ളത്, അവരുടെ ജീവിതം നശിക്കുന്നു, അവരുടെ ഫാമിലി നശിക്കുന്നു, അവർക്ക് ജീവിതം ഇല്ലാണ്ടാവുന്നു.
അതിൽ കൂടുതൽ ഇതൊരു സോഷ്യൽ ഒരു ആംഗിൾ കൂടെയുണ്ട്. കാരണം ഈ ഒരു പ്രവണത കൊണ്ട് സൊസൈറ്റിക്ക് അതൊരു വലിയ ഒരു ഡേഞ്ചറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു തെറ്റും ചെയ്യാതെ ഈ ഡ്രഗ്സോ ഇല്ലാതെ വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരിൽ നിന്നുള്ള ഡേഞ്ചറും നമ്മളിപ്പോൾ കണ്ടു തുടങ്ങുകയാണ്. കാരണം യാതൊരു ഒരു എന്താ പറയുക, ഒരു പ്രൊവൊക്കേഷനും ഇല്ലാതെ അറ്റാക്ക് ചെയ്യുക. ഞങ്ങളിത് സംസാരിക്കാനുള്ളൊരു വലിയൊരു കാരണം, ഒരു ചെറിയ പെൺകുട്ടിയെ ഒരു രാത്രി ഇതുപോലത്തെ ഒരു താലൂക്ക് ഹോസ്പിറ്റലോ മറ്റോ ആ കുട്ടി ഇൻറ്റേൺ ചെയ്യുന്ന സമയത്ത് ആ കുട്ടിയെ ഒരാൾ കുത്തിയപ്പോഴാണ്. എല്ലാവർക്കും ആ കുട്ടിയുടെ പേരറിയാം, വന്ദന ദാസ്. അപ്പോൾ അത് നമ്മൾ ഇറ്റ് സെറ്റ് എസ് തിങ്കിങ്. ഇത് സിസ്റ്റത്തിൽ ഒരു സിസ്റ്റമിക് ചേഞ്ച് വരേണ്ട സമയമായില്ലേ എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ചോദിച്ചൊരു സമയമായിരുന്നു അത്. എൻറ്റയർ സൊസൈറ്റി അത് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു സൊസൈറ്റൽ ഡേഞ്ചറാണ്. ഇപ്പോൾ അതൊരു മാലസാണ്. പക്ഷേ ഞാൻ ഇന്ന് ഇത് ഇവിടെ വരാനുള്ളൊരു മെയിൻ റീസൺ ഞാൻ പറഞ്ഞല്ലോ, താലൂക്ക് ഹോസ്പിറ്റലിൽ കേട്ടതുകൊണ്ടാണ് ഞാൻ മെയിൻലി വന്നത്. ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ ചിലപ്പോൾ ഞാൻ വരില്ലായിരുന്നു. താലൂക്ക് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോഴും എൻ്റെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഐ വാണ്ട് ദം ടു ബി ദി ഹയസ്റ്റ് ഓഫ് ദ സ്റ്റാൻഡേർഡ്സ് വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് പറ്റില്ല എന്ന് വിശ്വസിക്കുന്നത് ശരിയല്ല. വി ക്യാൻ, നമ്മളെല്ലാവരും കൂടെ വിചാരിക്കുകയാണെങ്കിൽ വി ക്യാൻ. ആൻഡ് ഐ certainly commend the Lions Club for doing this. കാരണം ഇവർക്കിത് വേണമെങ്കിൽ വേറെ എവിടെ വേണമെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷേ അത് താലൂക്ക് ഹോസ്പിറ്റൽ ചെയ്തു എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ആൾക്കാർക്കുള്ള ഒരു അത്താണി എന്നുള്ള നിലയ്ക്കാണ് അവരത് കണ്ടതെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിൽ ഒരു ചെറിയൊരു വ്യത്യാസം, മറ്റുള്ള ട്രീറ്റ്മെൻറ്റിനെക്കാട്ടിലും വ്യത്യാസം, ഇതിലെ പേഷ്യൻ്റ് ഒരിക്കലും ആ ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് ആഗ്രഹിക്കുകയില്ല, ആ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിക്കുകയില്ല. അത് ഞാൻ പറഞ്ഞൊരു ജനറൽ പ്രോപ്പസിഷനായിട്ട് പറയുന്നതാണ്. കാരണം അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് അവർക്ക് തന്നെ തോന്നില്ല. ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ തന്നെ പലപ്പോഴും ചില കേസുകൾ വരുന്ന സമയത്ത് വെൻ വി ഇൻറ്ററാക്ട് വിത്ത് ദീസ് പീപ്പിൾ, അത് ഡയറക്റ്റ്ലി ഒരു ഡ്രഗ് അഡിക്ഷൻ കേസായിട്ടല്ല ഞങ്ങളുടെ അടുത്ത് വരിക. ഒന്നല്ലെങ്കിൽ ഫാമിലി പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ ക്രിമിനൽ ആക്ഷൻ ആയിരിക്കാം. അങ്ങനെ എന്തും ആയിട്ട് വരുമ്പോൾ കൊറോളറി ആയിട്ട് നമ്മൾ കാണുന്നതാണ് ഇവർക്കൊരു ഡ്രഗ് അഡിക്ഷൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒരു ആൽക്കഹോളിസം, ഒരു സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസ് ഉണ്ടെന്നോ നമുക്ക് മനസ്സിലാവും. ഞങ്ങൾ സജസ്റ്റ് ചെയ്യുകയാണ് അവരോട്, യു ഹാവ് എ പ്രോബ്ലം, നിങ്ങൾ എന്തുകൊണ്ടൊരു ഡി അഡിക്ഷൻ എടുത്തുകൂടാന്ന് ചോദിച്ചാൽ നമ്മുടെ മെക്കിട്ട് അവർ കയറും. ദേ ഗെറ്റ് വെരി ആംഗ്രി. സോ ദർ ഈസ് നോ ലൈഫ് വിത്ത് ഡ്രഗ്സ്, നെവർ. ഒരിക്കലും ലൈഫും ഡ്രഗ്സും ഒരു കാലത്തും ഏത് കാലത്ത് കൂട്ടിയാലും ഒരുമിച്ച് പോവില്ല. ഡ്രഗ്സ് എത്തോ അത് ഡെത്താണ്. അത് പണ്ടാരോ പറഞ്ഞ പോലെ, വെൻ ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഫോർ യു ടു സ്പീക്ക്, സൈലൻസ് ഈസ് എ ക്രൈം. നമ്മുടെ സൊസൈറ്റി എവിടെയോ കഴിഞ്ഞ കുറച്ച് കാലഘട്ടത്തിൽ ആ സൈലൻസിലൂടെ നടന്നുകൊണ്ടായിരിക്കണം ഇന്ന് ഈ മുറവിളി ഇത്ര അധികം ലൗഡാവുന്നത്. ഇന്നിപ്പോൾ വളരെ എവിടെ നോക്കിയാലും നമ്മൾ ഇതാ കാണുന്നത്. ഞാൻ ഇന്ന് എനിക്കൊന്ന് കഴിഞ്ഞ 2-3 ആഴ്ചയിൽ ഇത് 4-ാമത്തെ 5-ാമത്തെ ഇവൻറ്റാണ് ഈ ആൻറ്റി ഡ്രഗ് എന്നൊക്കെ പറയുന്നത്. സോ എവ്രിബഡി ഈസ് കോൺഷ്യസ്. പക്ഷെ നമുക്കിനി വേണ്ടത് നമ്മുടെ ആ വേർഡ്സ് അതിനെ ആക്ഷനിലേക്ക് തിരിക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നിങ്ങൾ വാർഡ് ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ആ വാർഡ് റൺ ചെയ്യേണ്ടത് ഈ മാലാഖമാരാണ്. അവരില്ലെങ്കിൽ സാധിക്കില്ല. കാരണം ഇതൊരു ഓർഡിനറി ട്രീറ്റ്മെൻറ്റ് അല്ല. ദിസ് ഈസ് നോട്ട് എ ട്രീറ്റ്മെൻറ്റ് വിത്ത് മെഡിസിൻസ്. ദിസ് ഈസ് എ ട്രീറ്റ്മെൻറ്റ് വിത്ത് ദി മൈൻഡ്. ആ മനസ്സിനെ നമുക്ക് കൂടെ നിർത്താതെ, ഒരു പേഷ്യൻ്റ് എന്ന് പറയുന്ന ഒരാളെ നമുക്ക് നമ്മുടെ കൂടെ നിർത്തി ആ എംപതി കൊടുത്തുകൊണ്ട് നമ്മുടെ സ്വന്തം മകനോ അച്ഛനോ ഭർത്താവിനോ അല്ലെങ്കിൽ അങ്ങനെ അടുത്ത് നിൽക്കുന്ന ഒരാളെ മനസ്സിലാക്കി, ഒരു സാധാരണഗതിയിൽ ഒരു പാരസെറ്റമോൾ എഴുതി കൊടുത്താൽ അതുകൊണ്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതല്ല ഇവിടെ ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിലൊരു ഡി അഡിക്ഷൻ വരില്ല. ഡി അഡിക്ഷൻ വരണമെങ്കിൽ മനസ്സിൽ നിന്ന് ആ അഡിക്ഷൻ മാറും. ഡി അഡിക്ഷൻ ഒരു ഫിസിക്കൽ ആട്രിബ്യൂട്ട് മാത്രമല്ല. അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു മെൻ്റൽ ആട്രിബ്യൂട്ടാണ്. അത് മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ് ഈ അഡിക്ഷൻ എന്ന് പറയുന്നത്. അത് എത്ര വിചാരിച്ചാലും ചിലപ്പോൾ അയാൾക്ക് ഇനി എൻ്റെ വിൽ പവർ ഇന്ന് തൊട്ട് ഞാൻ കഴിക്കില്ല എന്ന് വിചാരിച്ചാലും ഹിസ് മൈൻഡ് ആൻഡ് ഹിസ് ബോഡി വിൽ നോട്ട് പെർമിറ്റ്. അതിലേക്ക് വഴുതി വീഴുകയാണ്. അപ്പോൾ അവരെ നോക്കുന്നത്, നമ്മൾ ഇങ്ങനത്തെ വേർഡ്സിൽ നമുക്ക് സക്സസ് കിട്ടണമെങ്കിൽ റിയലി റിക്വയർസ് ദ ഹാർട്ട് ടു ഡു ദ ഹീലിംഗ്. ബ്രെയിൻ വെച്ചിട്ടല്ല ഈ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്, ഹാർട്ട് വെച്ചിട്ടാണ്, ഹൃദയം വെച്ചിട്ടാണ്. ആൻഡ് ദിസ് ഇസ് ദ റൈറ്റ് സ്റ്റെപ്പ്, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ആൻഡ് ദ റൈറ്റ് സ്റ്റെപ്പ് ദാറ്റ് യു ഹവ് ടേക്കൻ. കൺഗ്രാജുലേഷൻസ്. ആൻഡ് ഈ വാർഡിൻ്റെ ഇനിയുള്ള മുന്നോട്ടുള്ള പോക്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ താലൂക്ക് ഹോസ്പിറ്റൽ ഇന്ത്യത്തെ തന്നെ ഏറ്റവും നല്ല ഹോസ്പിറ്റൽ ആവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന എനിക്ക് എപ്പോഴും ഉണ്ട്. ഇറ്റ് ഷുഡ് ബി ദ ഫൈനസ്റ്റ് ഇൻ ദ വേൾഡ്. വൈ നോട്ട്? It should be the finest in the country.